നമസ്കാരം. ഞാൻ ഡോക്ടർ അഭിഷേക് രാജൻ, ആസ്റ്റർ മിംസ് കോഴിക്കോട് ആശുപത്രിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സർജറി ആൻഡ് ലിവർ ട്രാൻസ്പ്ലാന്റിൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ ഫേസ്ബുക്ക് ലൈവിൽ വരാനുള്ള കാരണം COVID-19 എന്ന് പറയുന്ന ഈ ഒരു രോഗം ലോകമെമ്പാടും ഭീതി പടർത്തുന്നതും പല രീതിയിലും നമ്മുടെ ജീവിതശൈലി തന്നെ മാറ്റിയിരിക്കുകയാണ്. ഉദര രോഗസംബന്ധിതമായിട്ടും അങ്ങനത്തെ രോഗമുള്ളവർക്കും ഈ ഒരു അസുഖത്തിനെ കുറിച്ച് ഉള്ള സംശയങ്ങളും അത് അവരുടെ ഉദര രോഗമായിട്ട് എങ്ങനെ ബന്ധമുണ്ടെന്നും നോക്കാൻ വേണ്ടിയും അതിൻ്റെ സംശയങ്ങൾ അകറ്റാനും വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ ഫേസ്ബുക്ക് ലൈവ് നടത്തുന്നത്. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കൊളീഗും നമ്മുടെ സെയിം ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ സീതാ ലക്ഷ്മിയാണ്. മാഡം, പൊതുവേ കോവിഡ് എന്ന് പറയുന്ന അസുഖം ഒരു റെസ്പിറേറ്ററി പാത്തജൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമായിട്ടാണല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഡോക്ടർ അഭിഷേകിൻ്റെ അഭിപ്രായത്തിൽ ഇതിന് ഉദരരോഗ സംബന്ധമായ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ എന്തെല്ലാമാണ്? ഇതൊരു വളരെ നല്ല ചോദ്യമാണ്. കാരണം നമ്മളിപ്പോൾ ഇതുവരെ കണ്ടിരിക്കുന്നതും നമ്മൾ പറയുന്നതും എല്ലാവർക്കും ലോകമെമ്പാടും നമ്മൾ അറിയുന്നതായിട്ടുള്ളത് ഇതൊരു റെസ്പിറേറ്ററി ഡിസീസായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം ആൾക്കാർ വെന്റിലേറ്ററിൽ പോകുന്നു, കോഫ്, ബ്രെത്ത്ലെസ്നെസ്, ഇതൊക്കെയാണ് മെയിൻ സിംറ്റമായിട്ടാണ് നമ്മൾ ഇതുവരെ കണക്കാക്കുന്നത്. പക്ഷേ ഇതുവരെയുള്ള സ്റ്റഡീസ് നോക്കിയാലും നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം 30% ആൾക്കാർക്ക് GI സിംറ്റംസ്, ഉദരരോഗ സംബന്ധിതമായിട്ടുള്ള സിംറ്റംസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. അതായത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് എനോറക്സിയ, അതായത് വിശപ്പില്ലായ്മ. രണ്ടാമത് കോമൺ ആയി കാണുന്നത് ഡയറിയ, അതായത് ലൂസ് സ്റ്റൂൾസ്, ഈ വയറിളക്കം എന്ന് പറയുന്നത്. അതുമാണ് ഈ രണ്ട് മോസ്റ്റ് കോമൺ സിംറ്റമായിട്ടാണ് ഗാസ്ട്രോ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് കാണാറ്. ഇതിൽ തന്നെയും നമ്മൾ പക്ഷേ ഫീവർ ഇല്ലാണ്ട് ഇങ്ങനത്തെ ഗാസ്ട്രോഇൻറ്റസ്റ്റൈനൽ സിംറ്റംസ് വളരെ റെയർ ആയിട്ടേ നമ്മൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഫീവർ ആൻഡ് ഗാസ്ട്രോഇൻറ്റസ്റ്റൈനൽ സിംറ്റംസ് ഇതായിട്ടാണ് യൂഷ്വലി കോമൺ ആയിട്ട് കാണാറ്. റെസ്പിറേറ്ററി സിംറ്റം ഇല്ലാണ്ടും ഓൺലി ഗാസ്ട്രോഇൻറ്റസ്റ്റൈനൽ സിംറ്റംസ് ആയിട്ടും പേഷ്യൻസ് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ലൂസ് സ്റ്റൂൾസും എനോറക്സിയ, പിന്നെ വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ, ഇതെല്ലാം ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ എന്നിരുന്നാലും കോമൺ ആയിട്ട് കാണുന്നത് എനോറക്സിയയും വയറിളക്കവുമാണ്. ഇതിലിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ലൂസ് സ്റ്റൂൾ ആവുമ്പോൾ ഇത് സ്റ്റൂളിൽ ഈ വൈറസിനെ കാണാമെന്ന് നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ പല വൈറൽ രോഗങ്ങൾ, അതായത് ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയുന്ന ഈ നമ്മൾ ജോണ്ടിസ് ആയിട്ട് കോമൺലി കമ്മ്യൂണിറ്റിയിൽ സ്പ്രെഡ് ആവുന്ന ജോണ്ടിസ്, അത് നമുക്ക് ഫീക്കോ ഓറൽ റൂട്ട് നമ്മൾ പറയും. എന്ന് വെച്ചാൽ ഒരാളുടെ മലത്തിൽ നിന്ന് പിന്നെ വേറെ ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥം വഴി വേറൊരാൾക്ക് കിട്ടാൻ സാധ്യത. അതുപോലെ ഇങ്ങനൊരു പാറ്റേൺ ഓഫ് സ്പ്രെഡ് മാഡം ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത് മലത്തിലൂടെയും ഈ വൈറസ് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യാം എന്ന് തന്നെയാണ്. പക്ഷേ അതിന് ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മലത്തിലൂടെ ഇത് വൈറസ് ഷെഡ് ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. റീസെൻ്റ് ആയിട്ടുള്ളൊരു അറിവാണത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതായത് സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ പറയുവാണെങ്കിൽ നമ്മളിപ്പം അത് എങ്ങനെ നമുക്ക് ഈ മലത്തിലൂടെയുള്ള വൈറൽ സ്പ്രെഡിനെ മറ്റുള്ളവർക്ക് അസുഖം പകരാതെ ശ്രദ്ധിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഫ്ലഷ് ചെയ്യുന്നേരം അത് അതിൻ്റെ കവറ് അടച്ചിട്ടിട്ട് ഫ്ലഷ് ചെയ്യുക. അത് ഇതിൻ്റെ സ്പ്ലാഷ് ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അങ്ങനെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്കതിനെ എന്തെങ്കിലും ഒരു തരത്തിൽ സ്പ്രെഡ് ഉണ്ടെങ്കിൽ അതിനെ ലഘൂകരിക്കുക അല്ലെങ്കിൽ കുറയ്ക്കാനുള്ളൊരു മാർഗ്ഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഡോക്ടർ അഭിഷേക് പറഞ്ഞതുപോലെ ഹെപ്പറ്റൈറ്റിസ് എയോ അല്ലെങ്കിൽ ടൈഫോയിഡോ പകരുന്നത് പോലെ ഒരു ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ ഇതുവരെ ഇതിൽ പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡോക്ടർ അഭിഷേക് വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പം ഉദരരോഗ സംബന്ധമായി സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരും അല്ലെങ്കിൽ ക്രോണിക്കലി ഈ ഉദരരോഗ സംബന്ധമായ അസുഖങ്ങളുള്ളവരുണ്ടാവും. അങ്ങനെയുള്ള രോഗികളിൽ ഈ കോവിഡിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ്? അവർക്ക് വരാൻ കൂടുതൽ സാധ്യതയുണ്ടോ? വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രത കൂടാനും അവർക്ക് അസുഖങ്ങൾ കൂടുതൽ റാപ്പിഡായിട്ടുള്ളൊരു പ്രോഗ്രസ് വരാനും ഒക്കെ സാധ്യതയുണ്ടോ? അതിനെപ്പറ്റി ഡോക്ടർ അഭിഷേകിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടും ഏറ്റവും കോമൺ ആയിട്ട് ട്രീറ്റ് ചെയ്ത് വരുന്നത് ക്യാൻസർ സംബന്ധിതമായിട്ടുള്ള ഉദര സംബന്ധിതമായിട്ടുള്ള ക്യാൻസർ രോഗികളെയാണ് നമ്മൾ കൂടുതലും കാണാറ്. അതല്ലാതെയും ക്യാൻസർ മാലിഗ്നൻസി അല്ലാത്ത പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത പേഷ്യൻസ് ആയാലും ക്യാൻസറിനായാലും അല്ലെങ്കിലുമായിട്ടുള്ള പേഷ്യൻസിന് അവർ എന്ത് ഓപ്പറേഷൻ കഴിഞ്ഞാലും നമ്മളുടെയൊക്കെ ശരീരത്തിൽ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള
ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സിനാരിയോയിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർക്കായാലും ഇത് പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്തിന് ചികിത്സ അവർ ചിലപ്പോൾ ആദ്യം കീമോതെറാപ്പി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനത്തെ ആൾക്കാരിലൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ജനറലി കുറവായിരിക്കും. ഇവർക്കൊക്കെ എല്ലാവർക്കും ഒരു ജനറലി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ വളരെ പ്രോപ്പറായിട്ട് ഇതേപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അടുത്ത് ഇടപഴകുന്ന സമയത്ത് ആൾക്കാർ ഇടപെടുന്ന സമയത്ത് മാസ്ക് ധരിക്കുകയും പ്രോപ്പറായിട്ടുള്ള ഹാൻഡ് ഹൈജീനും നോക്കുകയും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും വേണം. ഇത് അല്ലാണ്ട് ഇപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്യാണ്ട് തന്നെ ഉദരസംബന്ധമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുക ചെയ്യുക ഒരാളുടെ. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ സ്റ്റിറോയിഡ്സ് ആയിട്ട് അല്ലെങ്കിൽ അസാത്തയോപ്രിൻ ഇങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ആൾക്കാർക്കും ജനറലി ഇൻഫെക്ഷൻസ് പ്രോൺ ആണ്. ഇവർക്കും ഇതേപോലെ വൈറൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിനൊന്നും ഇപ്പം നമുക്ക് വേൾഡ് വൈഡ് പ്രൂഫില്ല. ഇതൊക്കെ നമുക്ക് അവർക്കൊരു കോഷൻ പറഞ്ഞിട്ട് ശ്രദ്ധിക്കാനേ പറയാൻ പറ്റുള്ളൂ. ഇതിനായിട്ട് ജനറലി ഒരു പ്രൂഫ്, കാരണം ഇപ്പോൾ നമുക്ക് അതിനുള്ള ഒരു സയൻറ്റിഫിക് എവിഡൻസ് ഒന്നും വന്നിട്ടില്ല, അങ്ങനെ സംബന്ധിച്ചായിട്ടുള്ള പേപ്പേഴ്സോ പബ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനത്തെ ആൾക്കാർ ജനറലി കോഷൻ കുറച്ച് അധികം പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമുക്ക്. അപ്പോൾ അതിന് ഡോക്ടർ അഭിഷേക് സജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക, പിന്നെ ഗവൺമെൻറ് പറയുന്ന രീതിയിലുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ക്വാറന്റൈൻ വേണ്ടവർ ക്വാറന്റൈനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അതാണ് ഡോക്ടർ അഭിഷേക് പറയുന്നത് അല്ലേ. പിന്നെ മാഡം നമ്മളിപ്പോൾ ഈ കുറേ കഴിഞ്ഞ ആഴ്ച നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു COVID-19 ഇതിലെ ക്വാറന്റൈൻ പീരീഡും ഈ ഇപ്പോൾ ഈ നാഷണൽ വൈഡുള്ള ലോക്ക്ഡൗണിനൊക്കെ മുന്നേ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പല പേഷ്യൻസിനും ഡേറ്റ് കൊടുത്തിട്ടുണ്ട് സർജറിക്ക് വേണ്ടി. അപ്പോൾ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, അല്ലാത്ത രോഗികളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കാണുന്ന പറഞ്ഞാൽ മാക്സിമം ഇപ്പോൾ ലാപ്പറോസ്കോപ്പിക് സർജറീസ് ഉണ്ട്, അപ്പോൾ ഹേർണിയ സർജറി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പൈൽസിൻ്റെ ഓപ്പറേഷൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും, പിത്തസഞ്ചിയിലെ കല്ലിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ ഇനി എന്താ ഇതിലിപ്പോൾ ഇവരൊക്കെ ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇനിയിപ്പോൾ ചിന്തിക്കാൻ പറ്റില്ലേ, അല്ല ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസിനൊന്നും ഇനിയിപ്പോൾ നമുക്ക് ഓപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമോ? എന്താ മാഡത്തിൻ്റെ അഭിപ്രായം? എലക്റ്റീവ് പ്യുവർലി എലക്റ്റീവായത് എനിക്ക് തോന്നുന്നത് ഇത് കഴിയുന്നവർ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹേർണിയ, പൈൽസ്, പിന്നെ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത പിത്തസഞ്ചിയിലെ കല്ല്, അങ്ങനത്തെ പ്യുവർലി എലക്റ്റീവായിട്ടുള്ള കേസുകൾ ഇത് ഈ ഒരു റിസ്കി പീരീഡ് കഴിയുന്നത് വരെ നീട്ടിവെക്കുന്നതിൽ തെറ്റില്ല. അത് നീട്ടിവെക്കുന്നതാണ് അഭികാമ്യം. വേറെ ഈ ക്യാൻസർ പേഷ്യൻസിൻ്റെ കാര്യം ചോദിച്ചാൽ ഒരു സെറ്റ് ഓഫ് പേഷ്യൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പം സർജറിക്ക് മുന്നേയുള്ള കീമോതെറാപ്പി റേഡിയേഷനൊക്കെ കഴിഞ്ഞ് സർജറി വെയിറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. അവരിൽ നമുക്ക് പല സർജറികളിലും, അതിപ്പോൾ പല അസുഖത്തിനും നമ്മളങ്ങനെ റേഡിയേഷനും കീമോയും കഴിഞ്ഞ് സർജറി ചെയ്യാറുണ്ട്. അതിൽ ചിലതിനൊക്കെ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ ആ സർജറി ചെയ്യണം എന്ന് ഒരു നിയമമുള്ള ചില അസുഖങ്ങളുണ്ട്. അവരിൽ നമുക്ക് കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും സർജറി ചെയ്യുന്നതാണ് നല്ലത്. കാരണം അവർക്ക് കൂടുതൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രോബ്ലംസും വരാൻ സാധ്യതയുണ്ട്. അല്ലാത്ത ആളുകളിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചൊന്ന് റിസ്ക് ആൻഡ് ബെനിഫിറ്റ് വെയ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ അഭിഷേക് എന്താ പറയുന്നതിനെ പറ്റിയിട്ട്? നമുക്ക് ചിന്തിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകമെമ്പാടും പല സർജിക്കൽ ഓങ്കോളജി അല്ലെങ്കിൽ ഓങ്കോളജി അസോസിയേഷൻസ് പല ഗൈഡ് ലൈൻസും ഇതിനെ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ജനറൽ കണ്ടീഷൻ. ഇപ്പോൾ നമ്മൾ നോക്കും, ഇപ്പോൾ ക്യാൻസർ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെന്ന് കരുതുക. ഇപ്പോൾ ക്യാൻസർ രോഗിക്ക് നമ്മൾ സർജറി വേണോ വേണ്ടയോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ നോക്കുക അവർ ഏത് സ്റ്റേജിലാണ് ആ അസുഖം നമ്മൾ ആദ്യം നോക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്യൂറബിൾ സ്റ്റേജിലാണ്. ക്യൂറബിൾ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഓപ്പറേഷൻ വഴിയാവാം, അല്ലെങ്കിൽ കീമോ വഴിയാവാം, അല്ലെങ്കിൽ റേഡിയേഷൻ വഴിയാവാം, അല്ലെങ്കിൽ മെഡിസിൻസ് വേറെ എന്തെങ്കിലും മെഡിസിൻ വഴിയാവാം. അപ്പോൾ ഇതിൽ നമ്മൾ ക്യൂറബിൾ സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരാൾക്കാർക്ക് നമ്മൾ നോക്കുക, ഇപ്പോൾ ഈ ഒരു പ്രത്യേക ചില ക്യാൻസേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ളതാവാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഈ സ്ട്രോമൽ ട്യൂമേഴ്സ്, ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ, അതൊക്കെ ചിലപ്പോൾ വളരെ സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആവും. അത് ചിലപ്പോൾ അധികം ഒരു സിംറ്റമോ ഒരു എമർജൻസിയോ ആയിട്ടോ ആയിരിക്കില്ല ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനത്തെ പേഷ്യൻസിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമേരിക്കൻ ഗൈഡ് ലൈൻസ് ഒക്കെ ആണെങ്കിൽ അവർ പറഞ്ഞത് 3 മാസത്തേക്ക് വരെ ഒരു മാലിഗ്നൻസി സ്റ്റേബിളായി നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അവർക്ക് നമുക്ക്
ഒരു ടൈം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഓക്കെ. പക്ഷേ നേരെ മറിച്ച് ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന, ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഇപ്പോൾ ഒരു പാൻക്രിയാറ്റിക് മാലിഗ്നൻസി, അത് ജോണ്ടിസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. ആ പേഷ്യൻറ്റിന് നമുക്കറിയാം നമുക്കൊരു 3 മാസത്തിലൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി സ്പ്രെഡ് ആവുമെന്ന് നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥയിൽ യെസ്, നമ്മൾ അതിന് ഒരു സർജിക്കൽ ഓപ്ഷനാണ് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എങ്കിൽ, ക്യൂറബിൾ ഓപ്ഷൻ അതാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സർജറി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഏജ്, അവരുടെ കോമോബിഡ് കണ്ടീഷൻസ്, ഇത് ഇപ്പോൾ കീമോ, മാഡം പറഞ്ഞ പോലെ കീമോ റേഡിയേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഓപ്പറേഷന് മുന്നേ, ഇതെല്ലാം കൂടെ നമ്മൾ എടുത്തിട്ട് റിസ്ക് ബെനിഫിറ്റ് നമ്മൾ വേ ചെയ്യണം. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ ആശുപത്രീൻ്റെ സിനാരിയോ, ഇപ്പോൾ ആശുപത്രിയിൽ ഉണ്ടാവുന്ന ഫൈനാൻഷ്യൽ, പേഷ്യൻസിന് ഉണ്ടാവുന്ന ഫൈനാൻഷ്യൽ ബേർഡൻ, ഇപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ആശുപത്രിയിൽ ഉണ്ടാകുന്ന വെന്റിലേറ്ററി സപ്പോർട്ട്, ICU കെയർ, ഇതൊക്കെ ഓൾറെഡി നമുക്ക് തോന്നുകയാണ് അത് വരും ദിവസങ്ങളിൽ അതൊക്കെ ഹാമ്പർ ചെയ്യും. ഇനി കൂടുതൽ പേഷ്യൻസ് ഇനിയും കൊറോണ ബാധിതരായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ തോന്നുന്ന സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ അങ്ങനെയൊക്കെ ICU കെയർ ഒക്കെ വേണ്ട പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻ്റ് ആണെങ്കിൽ അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ ഡെഫിനറ്റ്ലി ഡിലേ ചെയ്യണമെന്നാണ്. കാരണം ഈ ലോകമെമ്പാടും പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽസിന് തന്നെ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഹോസ്പിറ്റലിൽ പേഷ്യൻസ്, കൊറോണ പേഷ്യൻസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ പേഷ്യൻസ് ഉണ്ട് പക്ഷെ എന്നിരുന്നാലും വെന്റിലേറ്ററി സർവീസസ് ഒക്കെ നന്നായിട്ടുണ്ട്, പേഷ്യൻസ് ഉണ്ട് വെന്റിലേറ്ററി സർവീസസ് ഒക്കെ കുറച്ചൊക്കെ ഹാമ്പേർഡായി, പേഷ്യൻസ് ഉണ്ട് വെന്റിലേറ്ററി സർവീസ് ഒക്കെ ഫുള്ളി ഓക്യുപ്പൈഡ് ആയി. ഇങ്ങനത്തെ രീതിയിൽ പല ഹോസ്പിറ്റൽസിനെയും പുറം രാജ്യങ്ങളിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല. പക്ഷെ എന്നിരുന്നാലും വരും ദിവസങ്ങൾ, അപ്പോൾ നമ്മൾ ഓരോ സമയം അനുസരിച്ച്, ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച പോലെയല്ല ഈ ആഴ്ച പോലെ ആവണമെന്നില്ല അടുത്ത ആഴ്ച. അപ്പോൾ ഇത് ഒരു ടൈം ഫ്രെയിമിനനുസരിച്ച് നമ്മുടെ ഡിസിഷൻസ് ഒക്കെ മാറും, നമ്മുടെ ഗൈഡ് ലൈൻസ് മാറും, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. ഡൈനാമിക് പ്രോസസ്സാണ് പറയുന്നത്, ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഫോളോ ചെയ്യാൻ പറ്റൂല. അതെ, അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാൻസർ രോഗിയാണെങ്കിൽ സ്റ്റേജ് നോക്കണം, ക്യൂറബിൾ ആണ് എന്ന് അറിയുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ക്യൂർ ചിന്തിക്കണം. പക്ഷേ എല്ലാം നമ്മൾ വേ ചെയ്യണം, റിസ്ക് ബെനിഫിറ്റ്, ഈ പറഞ്ഞ പോലെ പേഷ്യൻറ്റിൻ്റെ കോമോബിലിറ്റീസ്, ഹോസ്പിറ്റൽ സ്റ്റാറ്റസ് എല്ലാം. ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ കൺസെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോട് പറയണം, നമ്മൾ ഇപ്പോൾ, കാരണം നമ്മളിപ്പോൾ മാഡത്തിന് അറിയാം, നമ്മളിപ്പോൾ എല്ലാ പേഷ്യൻസിനെയും ഇപ്പോൾ സർജറി ചെയ്യാൻ വന്നിരിക്കുന്ന പേഷ്യൻസിനെ ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു ഒരു ഓങ്കോളജിക്കൽ പ്രൊസീജിയർ ചെയ്യാനായിട്ട്. അവർക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുമോ മാഡം, ഒരു COVID-19 ടെസ്റ്റ് ചെയ്യുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ സർജറിക്കുള്ള പേഷ്യൻറ്റിനെയും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും തരത്തിലുള്ള ട്രാവൽ ഹിസ്റ്ററിയോ കോണ്ടാക്ട് ഹിസ്റ്ററിയോ, അതായത് കോണ്ടാക്ട് ഹിസ്റ്ററി ഇൻ ദ സെൻസ് അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ട്രാവൽ ചെയ്ത് ക്വാറൻറ്റൈൻ പീരീഡിലാണോ, പിന്നെ അവർക്ക് തന്നെ ഡയറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു ഇൻഫെക്റ്റഡ് പേഷ്യൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഡിഗ്രി കോണ്ടാക്റ്റോ സെക്കൻഡ് ഡിഗ്രി കോണ്ടാക്റ്റോ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കോണ്ടാക്ട് ഹിസ്റ്ററി, ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സിംറ്റംസ് ഇതിനെ സജസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചെസ്റ്റിൻ്റെ റെസ്പിറേറ്ററി സിംറ്റംസോ പനിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെ കോവിഡിൽ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എലക്റ്റീവ് എമർജൻസി, ഇപ്പോൾ എന്തും എമർജൻസി ആയിട്ട് പ്രസന്റ് ചെയ്യാം അല്ലേ മാഡം? ഇപ്പോൾ പേഷ്യൻ നമ്മുടെ ഗാസ്ട്രോ സംബന്ധമായിട്ട് ഇപ്പോൾ പേഷ്യൻ അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ്, ഇപ്പോൾ ക്യാൻസർ അല്ലാത്ത തന്നെ രോഗം അപ്പൻഡിസൈറ്റിസ്, അല്ലെങ്കിൽ ഇപ്പോൾ പിത്തസഞ്ചിയിൽ പഴുപ്പായിട്ട് വരുന്നു, ഭയങ്കര വയറുവേദന, കുടല് തടസ്സം, കുടല് പൊട്ടിപ്പോയ പെർഫറേഷൻ നമ്മൾ പറയുന്നത്, ഇല്ലെങ്കിൽ ബ്ലീഡിങ്, ഇങ്ങനത്തെ സിനാരിയോ, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാൻസർ രോഗികൾക്ക് ഇപ്പോൾ കുടലിൻ്റെ ക്യാൻസർ ആണെങ്കിൽ കുടലിന് തടസ്സം, ആമാശയത്തിന് തടസ്സം, ഇതൊക്കെ നമ്മൾ അല്ല മാഡം, മാഡത്തിൻ്റെ അഭിപ്രായം എന്താ? അല്ല, അങ്ങനെയാകുമ്പോൾ എമർജൻസി സർജറീസ് നമുക്ക് ഒഴിവാക്കാൻ ഒക്കില്ല. അതായത് എമർജൻസി സർജറീസ് ഇൻ ദ സെൻസ് ലൈഫ് സേവിങ് എമർജൻസീസ്. ഒരു ഇത് പറയുകയാണെങ്കിൽ കുടൽ പൊട്ടിയിട്ടുണ്ടാകുന്ന പെർഫറേഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ, പെരിറ്റനൈറ്റിസ് ആയിട്ട് വരുന്ന കണ്ടീഷൻ, പിന്നെ ഇപ്പം ഈ ഒബ്സ്ട്രക്ഷൻ, കുടലിൽ തടസ്സം വന്നിട്ട് കുടലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞു പോവുകയും ഗാംഗ്രീൻ എന്ന് പറയുന്ന കണ്ടീഷൻ വരികയും, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ ബ്ലീഡിങ്, കുടലിനുള്ളിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അമിതമായ രക്തസ്രാവം ഉണ്ടാവുക, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ലൈഫിനെ ലൈഫിന് ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ആ സിറ്റുവേഷൻസിൽ നമ്മൾ റിസ്ക് എടുത്തിട്ട് അവർക്ക് വേണ്ടുന്ന സർജറികൾ ചെയ്തേ മതിയാവുള്ളൂ. പിന്നെ ഡോക്ടർ അഭിഷേകിനോട് എനിക്ക് ഒരു കാര്യം ചോദിക്കാം. നമ്മൾ സാധാരണമായി ഇപ്പം കൂടുതലായി ചെയ്തു വരുന്ന കീ ഹോൾ സർജറീസ് ആണല്ലോ. അപ്പോൾ ഇൻ കേസ് നമ്മളിപ്പോൾ ഈ പറയുന്ന സിറ്റുവേഷൻസിൽ, എമർജൻസിയിൽ, അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻറ്റിൽ കീമോ റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന ക്യാൻസർ പേഷ്യൻസിൽ, അവരിലൊക്കെ നമ്മളെ മറ്റുള്ള ക്യാൻസർ പേഷ്യൻ നമ്മളൊരു ചിലരിലൊക്കെ നമ്മൾ സർജറി ഓപ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളിൽ ഇങ്ങനെ ഈ കോവിഡുള്ള സിറ്റുവേഷനിൽ താങ്കൾ പ്രിഫർ ചെയ്യുന്ന ഏതാണ്? ലാപ്രോസ്കോപ്പിയാണ് പ്രിഫർ ചെയ്യുക, അല്ല ഓപ്പൺ സർജറിയാണ് പ്രിഫർ ചെയ്യുക? ഇനി അങ്ങനെയാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ പ്രിഫറൻസ് വരാനായിട്ട്? അതും ഒരു വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഇതിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ വളരെയധികം ഡിസ്കസ് ചെയ്തു, നമ്മുടെ ഗ്രൂപ്പ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യമാണ് നമ്മളിപ്പോഴും ലാപ്രോസ്കോപ്പി പ്രാക്ടീസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്.
ഇതിൽ ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഒരു ഡെഫിനറ്റ് എവിഡൻസ് നമുക്ക് ഇപ്പോഴും ഒന്നിനുമില്ല. ലാപ്രോസ്കോപ്പി ചെയ്യാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ ഓപ്പൺ സർജറി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു ആൻസർ കിട്ടുന്ന രീതിയിലുള്ള സ്റ്റഡീസ് ഒന്നും നമുക്കില്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ലാപ്രോസ്കോപ്പിയിൽ നമ്മൾ സാധാരണ നമ്മളൊക്കെ വയറിൻ്റെ ഉള്ളിൽ ഒരു പ്രഷർ വെച്ചിട്ട് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വെച്ച് നമ്മൾ സ്പേസ് ഉണ്ടാക്കിയിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ എയറസോൾ സ്പ്രെഡ്, ഇപ്പോൾ അതുവഴി നമ്മൾ ഗ്യാസ് പുറത്തേക്ക് ലെറ്റ് ഔട്ട് ചെയ്യുമ്പോഴൊക്കെ സ്പ്രെഡ് ഉണ്ടാവാനുള്ള സാധ്യത, അതെന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഇടയിൽ സ്പ്രെഡ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം എന്നാണ് നമ്മുടെ ഒരു തിയറി ആയിട്ട് നമ്മളിപ്പോൾ പറയുന്നത്. അത് ഒരു പരിധി വരെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള പ്രിവെൻറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് ഓപ്പറേഷൻ ചെയ്യുന്നതിൽ തെറ്റില്ല. രണ്ട്, ഇപ്പോൾ നമുക്കറിയാം പേഷ്യൻ്റ് കൊറോണ പോസിറ്റീവ് പേഷ്യൻസ് ആയിട്ട് നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യുന്ന കേസുകൾക്ക് അങ്ങനത്തെ പേഷ്യൻസിന് നമുക്ക് കീ ഹോൾ സർജറി അവോയ്ഡ് ചെയ്യാമെന്ന ഒരു ധാരണയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ജനറലി സർജൻസും ഗാസ്ട്രോഇൻറ്റെസ്റ്റൈനൽ സർജറിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇപ്പം സർജറി വേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഓപ്പൺ സർജറി, വയറ് കയറിയിട്ടുള്ള ഓപ്പൺ സർജറി, കൊറോണ പോസിറ്റീവ് ആണ് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കേസ്, നമ്മളിപ്പോൾ എമർജൻസിയിൽ നമുക്ക് അറിയില്ല, സ്റ്റാറ്റസ് അറിയില്ല, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ഉറപ്പില്ലാത്തൊരു സിറ്റുവേഷനിലും ഒക്കെ നമ്മൾ വയറ് തുറന്നിട്ടുള്ള സർജറി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഇനി ഈ ഇങ്ങനത്തെ ഉറപ്പ് മീൻസ് നമ്മളിപ്പം ഈ ക്യാൻസർ പോലെ നമ്മൾ ഡേറ്റ് കൊടുത്ത് ചെയ്യുന്നു, അതായത് നമുക്ക് അവർക്ക് കൊറോണയുടെ ലക്ഷണങ്ങളൊന്നുമില്ല, അവർക്ക് കോണ്ടാക്റ്റ് ഒന്നുമില്ല, അങ്ങനത്തെ കേസുകളിൽ ലിമിറ്റഡ് കേസുകളിൽ നമുക്ക് കീ ഹോൾ സർജറിയും ചെയ്തുകൂടെ? തെറ്റില്ലല്ലോ. കീ ഹോൾ സർജറി നമ്മളിപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നല്ലേ മാഡം? നമ്മളിപ്പോഴും കീ ഹോൾ സർജറി ഒക്കെ പല ക്യാൻസർ പേഷ്യൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യൂറബിൾ ഈ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രാവൽ ഹിസ്റ്ററി ഒന്നുമില്ല, വളരെ അവർ കൊറോണ ഉണ്ടാവാനുള്ളൊരു ചാൻസ് വളരെ മിനിമലാണ്, വളരെ വളരെ എന്താ പറയുക റൈറ്റ് അവർക്ക് ചാൻസ് ഉള്ളൂ എന്ന് ഉറപ്പുള്ള കേസുകളിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇതിപ്പോൾ ഈ പേഷ്യൻസിനൊക്കെ നമ്മളിപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നു, നമ്മൾ പലപേർക്കും ഓപ്പറേഷൻ ചെയ്തു. ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നമ്മൾ നോർമലി OP കണ്ടക്ട് ചെയ്യുന്നതിൽ ഇപ്പം എന്താ നമ്മൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ചെയ്യുക? അപ്പോൾ OPയിൽ എല്ലാവരെയും തിരിച്ച് വിളിക്കാറുണ്ടോ? അത് സാധാരണ നമ്മൾ OP റീവിസിറ്റ്, അതായത് സർജറി കഴിഞ്ഞ് പോയൊരു പേഷ്യൻറ്റിന് തിരിച്ച് നമ്മളെ കാണാൻ വരാൻ പറയുന്നത് ഒരാഴ്ചയോ 10 ദിവസമോ ഗ്യാപ്പിലൊക്കെയാണ് സാധാരണ നമ്മൾ പറയാറ്. പക്ഷേ ഇപ്പോഴത്തെ ഈ സിനാരിയോയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് പോയ ആൾക്കാർ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ അവർക്ക് അവരുടെ പല ഫാക്ടേഴ്സ് കൊണ്ട് അവർക്ക് ഒരു ഇൻഫെക്ഷൻ കിട്ടാനുള്ള റിസ്ക് കൂടുതലൊക്കെ ആയതുകൊണ്ട് അവരെ പഴയ പോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. അതായത് സ്റ്റേബിളാണ്, അവരെല്ലാം കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഒരു നിയർ നോർമൽ ലൈഫ്, അതായത് ഓൾമോസ്റ്റ് നോർമലായിട്ടുള്ളൊരു ലൈഫ് തന്നെയാണ് അവർക്ക് വീട്ടിൽ കിട്ടുന്നതെങ്കിൽ, ഒരു ലീഡ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് വേറെ വലിയ സിംറ്റംസ് ഒന്നും ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ കുറച്ച് ഡിലേ ചെയ്ത് സാധാരണ ഒരാഴ്ചയിൽ കാണാൻ വരുന്ന ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ വെയിറ്റ് ചെയ്യണോണ്ടും ഈ ഒരു കൊറോണയുടെ ഈ ലോക്ക് ഇൻ പീരീഡൊക്കെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണോണ്ട് തെറ്റൊന്നുമില്ല. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ മരുന്നിനെക്കുറിച്ച് സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അവർക്ക് നമ്മളെയൊക്കെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ആ ഓൺലൈൻ കൺസൾട്ടേഷനിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അവരെ നമ്മൾക്ക് നേരിട്ട് കണ്ട് രോഗിയെ പരിശോധിച്ച് എന്തെങ്കിലും നമുക്ക് തീരുമാനിക്കാനുണ്ടെങ്കിൽ മാത്രം അവരെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാനും, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മളെ കണ്ട് ഇതാക്കിയാൽ മതി. കാരണം എത്ര തന്നെ ആയാലും ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് എന്ന് പറയുന്നത് അവർക്ക് ചെറിയൊരു റിസ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു ഇൻഫെക്ഷൻ കിട്ടാനായിട്ട്. അപ്പോൾ അത് പ്യുവർലി സ്റ്റേബിളായിട്ടുള്ള, അതായത് നല്ല സ്റ്റേബിളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വെറുതെ നമ്മളൊരു റിസ്കിന് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അവരെ പരിശോധിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അവരെ വിളിച്ചാൽ മതിയാവും. പിന്നെ ഇപ്പോൾ ഹോം സർവീസസും ഹോം സർവീസസ് ഒക്കെ അവൈലബിൾ ആണ്. പലതരത്തിലുള്ള ഡോക്ടേഴ്സിന് ഓൺലൈൻ സർവീസസ് ഉണ്ട്, പിന്നെ ഹോം കെയർ ഉണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിലും വീട്ടിൽ പോയി ബ്ലഡ് സാമ്പിൾ എടുത്ത് ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്യാനാവും. അങ്ങനെ പലതരത്തിലും വീട്ടിൽ തന്നെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്നതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് നേരിട്ട് രോഗിയെ പരിശോധിക്കാനുള്ളൊരു ആവശ്യകത തോന്നുകയാണെങ്കിൽ മാത്രം രോഗിയെ ആശുപത്രിയിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ പരിശോധിച്ചാൽ മതിയാകും. അതുപോലെ ഡോക്ടർ അഭിഷേക് വേറൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പം ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നൊരു സർജറി, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ റെഗുലറായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണല്ലോ. അപ്പം കുറേ ആളുകളുണ്ടാവും നമ്മുടെ ഇതിൽ ഈ ലിസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പം വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നവർ. അപ്പം സാധാരണ നമ്മളൊരു ഫ്രീക്വൻസി വെച്ചിട്ട് അവർക്കൊരു ഡേറ്റ് ഒക്കെ കൊടുത്ത് അങ്ങ് ചെയ്തു പോകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള രോഗികളിൽ, ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വെയിറ്റ് ചെയ്യുന്ന രോഗികളിൽ നമ്മൾ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇത് ചെയ്യാൻ ഒക്കുമോ? അല്ല അവരെ ഈ ഒരു ലോക്ക് ഇൻ പീരീഡൊക്കെ കഴിയുന്നത് വരെ, ഇതിൻ്റെ റിസ്ക് പീരീഡ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യിപ്പിക്കണം? അതിനെക്കുറിച്ചൊക്കെ താങ്കളുടെ അഭിപ്രായം എന്താണ്?
ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ എലക്റ്റീവ് ട്രാൻസ്പ്ലാന്റ്സ് ഉണ്ട്, നമുക്ക് എമർജൻസി ട്രാൻസ്പ്ലാന്റ് ഉണ്ട്. അപ്പോൾ എലക്റ്റീവ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പേഷ്യൻറ്റ് ഒരു ലിവർ ഡിസീസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ഇനി ഈ ഒരു ലിവർ വെച്ചിട്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ തീരുമാനിക്കുകയും പുതിയൊരു ലിവർ വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്ന ഒരു അവസ്ഥ. അങ്ങനത്തെ പല പേഷ്യൻസിന് നമ്മൾ ഇലക്റ്റീവ്ലി ഡേറ്റ് കൊടുത്ത ആൾക്കാരുണ്ട്. ഡെഫിനറ്റ്ലി അവർ അങ്ങനത്തെ കേസുകൾ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യണം. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഓപ്പറേഷനും അതിനുശേഷം നമ്മൾ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രോഗികൾക്ക് നമ്മൾ ഇമ്മ്യൂണോ സപ്രസീവ് തെറാപ്പി കൊടുക്കും. അപ്പോൾ ഇങ്ങനത്തെ സിനാരിയോസ് ഒക്കെ ചിലപ്പോൾ ട്രിക്കി ആയിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ കരൾ രോഗമുണ്ട്, പക്ഷേ എന്നിരുന്നാലും അവർക്ക് പെട്ടെന്ന് ഡീകോമ്പൻസേഷൻ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു അവയവം മോശമാവുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കിഡ്നി ഇഞ്ചറി ഉണ്ടായി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു നമ്മളുടെ, അല്ലെങ്കിൽ ആ സ്കോറിംഗ് സിസ്റ്റത്തിൽ തന്നെ പല മാറ്റങ്ങളും വരുന്നു. അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ കേസ് ടു കേസ് ബേസിസ് നോക്കിയിട്ട് നമ്മൾ ചിന്തിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോട്ടോകോൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ അസസ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഫിസിഷ്യന്റെ ഡിസിഷൻ ആയിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഒരു എമർജൻസി സിനാരിയോ ആയ ഒരു ലിവർ ഡിസീസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് കരൾ കേടുവന്നു. ഇപ്പം എന്ന് വെച്ചാൽ കരൾ ആദ്യം മോശമൊന്നും അല്ലാണ്ട് ഇപ്പോൾ വേറെ മെഡിക്കേഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ വല്ല ഇൻഡിജിനസ് പ്രിപ്പറേഷൻസ് കാരണമുള്ള പ്രശ്നം കാരണം അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. ഇപ്പോൾ മെഡിക്കലി ഇപ്പോൾ വേണമെങ്കിൽ മെഡിസിൻസ് വെച്ചിട്ട് അതിനെ നമുക്ക് ഒരു ലിമിറ്റ് വരെ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പല തെറാപ്പീസ് ഉണ്ട് ഇപ്പോൾ വേസ്റ്റ് ശരീരത്തിൽ നിന്ന് മാറ്റാൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റുമോ നോക്കാം. പക്ഷെ എന്നാലും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ലിവർ മാറ്റം അല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നും ഇല്ല എന്ന് അവസ്ഥ വരുമ്പോൾ അതിന് ലിവർ ട്രാൻസ്പ്ലാന്റ് നമുക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. സോ എമർജൻസി ലിവർ ട്രാൻസ്പ്ലാന്റ് വേണ്ട കേസുകൾക്ക് നമുക്ക് ചെയ്തേ പറ്റൂ. പിന്നെ ഇലക്റ്റീവ് ആയിട്ട് വരുന്നതിൽ ചില സെലക്റ്റഡ് കേസുകൾക്ക് നമുക്ക് കേസ് ടു കേസ് ബേസിസിൽ നമുക്ക് തീരുമാനം എടുത്തേ പറ്റൂ. അതൊന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പ്രിക്കോഷൻസ് എടുക്കും എന്നുള്ളതാണ് പിന്നെയുള്ളൊരു ചോദ്യം. അതിനെക്കുറിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി, അതായത് സർജറി കഴിഞ്ഞ് ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഒരു 3 ആഴ്ചയോളം തീർച്ചയായിട്ടും ആ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും. വീട്ടിലോട്ട് ഡിസ്ചാർജായി പോയ ആൾക്കാരും അതുപോലെ മുന്നേ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത് കഴിവതും അവർ പുറത്തൊന്നും ഇറങ്ങാതിരിക്കുക, ആളുകളായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക. അത് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്ക് തന്നെ ലോക്ക്ഡൗൺ പീരീഡിൽ അത് കഴിഞ്ഞിട്ടായാലും, കാരണം ഈ സൊസൈറ്റിയിൽ നിന്ന് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈ ഒരു അസുഖം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു നല്ലൊരു പരിധിവരെ പോകുന്നത് വരയ്ക്കും അവർ കുറച്ചൊന്ന് കോണ്ടാക്ട്സ് കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അവർക്ക് തന്നെ അറിയുന്നുണ്ടാവും അവർ ഈ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയ്ക്കാനുള്ള മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ട് അവർക്ക് ലൈഫ് ലോങ് കഴിക്കേണ്ടതാണല്ലോ അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രതിരോധശേഷി കുറവായിരിക്കും. അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു അസുഖം കിട്ടാൻ, ഇൻഫെക്ഷൻസ് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് അവർ കഴിവതും ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെയും കുറേ നാളത്തേക്ക് കൂടി അവർ കോണ്ടാക്ട്സ് കുറച്ച് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് നല്ലത്. പിന്നെ അവർക്ക് വേണ്ടുന്ന മരുന്നുകൾ അത് കുറച്ച് നന്നായി സ്റ്റോർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതൊരു പാനിക്കായിട്ട് ഭയപ്പെട്ട് ഒരുപാട് വാങ്ങിക്കൂട്ടേണ്ട ആവശ്യമില്ല. മാറ്റാം. അപ്പോൾ കുറച്ച് നാളത്തേക്കുള്ള മരുന്നുകൾ അവരുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ കഴിവതും വേവിച്ച ഭക്ഷണം തന്നെ കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ജങ്ക് ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ സ്വന്തം ഒറ്റയ്ക്ക് ഒരു വീട്ടിലൊക്കെ താമസിക്കുന്ന ആളാണെങ്കിൽ വീട്ടിൽ തന്നെ അത്യാവശ്യം നടന്നുകൊണ്ടൊക്കെ ഇരിക്കുക, കുറച്ചൊരു ആക്ടിവിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. എന്തെങ്കിലും അവർ റെഗുലറായിട്ട് ഇപ്പോൾ മാസത്തിലൊരിക്കൽ റിവ്യൂവിന് വരുന്നവരുണ്ടാവും, ചിലപ്പം 15 ദിവസത്തിലൊരിക്കൽ റിവ്യൂവിന് വരുന്നവരുണ്ടാവും. അവരൊന്നും അങ്ങനെ നിഷ്കർഷയായിട്ട് 15 ദിവസത്തിലോ ഒരു മാസത്തിലോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. അവർക്കെല്ലാം ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി ഡോക്ടേഴ്സായിട്ട് അവരെ ബ്ലഡ് ടെസ്റ്റ് കൊടുത്ത് അതിൻ്റെ അധികവും ഈ ഇമ്മ്യൂണോ സപ്രഷനൊക്കെ കഴിക്കുന്നവർക്ക് അവർക്ക് ഡ്രഗ് ലെവലൊക്കെ നോക്കാനുണ്ടാവും. അതനുസരിച്ചായിരിക്കും ഡ്രഗിൻ്റെ ഡോസൊക്കെ ടൈട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതൊക്കെ അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഒന്ന് വീട്ടിൽ നിന്ന് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, ഡോക്ടറായിട്ട് ഓൺലൈൻ കൺസൾട്ട് ചെയ്യാം, എന്നിട്ട് ഡോസിന് ചേഞ്ച്, അതായത് ഡോസിലുള്ള മാറ്റങ്ങൾ, മരുന്നിൻ്റെ ഡോസ് മാറ്റാനുള്ളതൊക്കെ ഡോക്ടർക്ക് ഓൺലൈനായിട്ട് നിർദ്ദേശിക്കാൻ വെക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു, നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റലുകളിലേക്ക് വന്നാൽ മതി. അവർ കഴിവതും ഈ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞ പേഷ്യൻസ് കഴിവതും ഹോസ്പിറ്റൽ വിസിറ്റുകളും അതുപോലെ തന്നെ പുറമേക്കുള്ള പോക്കുകളൊക്കെ നന്നായി കുറയ്ക്കുന്നത് തന്നെയാണ് അവർക്ക് അഭികാമ്യം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ഇപ്പോൾ കഴിഞ്ഞ മാസം ഒക്കെ നമ്മൾ ചെയ്ത ട്രാൻസ്പ്ലാന്റ് നമ്മൾ ഡിസ്ചാർജ് ആയി പോയി. അപ്പോൾ അവർക്കൊക്കെ ഒരു പേടി ഉണ്ടാവും. ഇപ്പോൾ ജനറലി ഒരു ഫ്ലൂ പോലെ ഒരു ഇൽനെസ് പോലെ വന്നു, ഇപ്പോൾ സോർ ത്രോട്ട് വന്നു, മൈൽഡ് ഫീവർ, ഇപ്പോൾ നോർമലി ഇപ്പോൾ ഇപ്പോൾ കോമൺ കോൾഡും വരാം അല്ലേ ഇങ്ങനത്തെ അവസ്ഥയിൽ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ നമ്മളെ ആശുപത്രിയിൽ വന്ന് കാണണോ, അവർക്കെന്നൊക്കെ നമ്മൾ COVID-19 ടെസ്റ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ അവർക്കൊരു വറി ഉണ്ടാവും. അതിനെക്കുറിച്ച്
അതിനെക്കുറിച്ച് അവർക്കിപ്പം ഈ റെസ്പിറേറ്ററി സിംറ്റംസും ഫ്ലൂ ലൈക്ക് സിംറ്റംസും ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടുത്തെ ഇൻഫെക്ഷസ് ഡിസീസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് ഈ ടെസ്റ്റുകൾ ചെയ്യേണ്ട ഇൻഡിക്കേഷൻ ഉണ്ടോ നോക്കി ചെയ്യുക തന്നെ വേണം. അവർക്കൊരു നമ്മുടെ എല്ലാവർക്കും നമ്മൾ ഈ പബ്ലിക്കിലേക്ക് പറഞ്ഞ പോലെ ഒരു നമ്മൾ പേടി കാരണം ഭീതി കാരണം ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ നമ്മൾ അങ്ങനെ ഇതുമായി ഇതിൻ്റെ ലക്ഷണങ്ങൾ, അതായത് പനിയോ ഫ്ലൂവോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തൊണ്ടവേദനയോ റെസ്പിറേറ്ററി സിംറ്റംസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ അതുമായി നമ്മുടെ ഹോസ്പിറ്റലിൽ അതുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷസ് ഡിസീസിൻ്റെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്, അവരുമായി കൺസൾട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. അത് വിചാരിച്ച് ഭയപ്പെട്ട് എല്ലാവരും ഓടിച്ചാടി വന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും അങ്ങനെ ഇതിനെ ഭയക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലിവിങ് ഡൊണേഷൻ ഉണ്ട്, ഇപ്പോൾ നമ്മുടെ ഡിസീസ് ഡോണർ ഡൊണേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും രണ്ട് വ്യത്യാസങ്ങളുണ്ടോ? അല്ല ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ തന്നെയും നമ്മൾ ഇപ്പോൾ എമർജൻസി ട്രാൻസ്പ്ലാന്റ് നമ്മൾ പറഞ്ഞു, അപ്പോൾ അതിനിപ്പോൾ നമ്മൾ ഡോണറിനെയും റെസിപ്പിയൻറ്റിനെയും രണ്ടുപേരെയും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണോ ചെയ്യുക, അല്ല അതിന് വല്ല ഗൈഡ് ലൈൻ ഉണ്ടോ? ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ്റെ സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അതുപ്രകാരം ഡിസീസ് ഡോണർ ട്രാൻസ്പ്ലാന്റ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോണറിനെ റെസിപ്പിയൻറ്റിനെയും കോവിഡിനുള്ള ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ ഇപ്പം ആക്സിഡൻറ്റുകളും ഒക്കെ കുറവായതുകൊണ്ട് ഈ സമയത്ത് ഡിസീസ് ഡോണർ ഓർഗൻ അവൈലബിലിറ്റിയും ഡിസീസ് ഡോണർ ട്രാൻസ്പ്ലാന്റ് നടക്കാനുള്ളൊരു സാധ്യതയും കുറവാണ്. പിന്നെ വേറെ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ്, അതായത് ഈ ഡിസീസ് ഡോണർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിൻ്റെയും ഒരു അഫെയറാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്സ് അവരുടെ ഹോസ്പിറ്റൽ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റിയും ബെഡ് അവൈലബിലിറ്റിയും ഒക്കെ കണക്കാക്കിയിട്ട്, ഞാൻ ഈ അടുത്ത് വായിച്ചു, അതായത് തെലുങ്കാന അവിടെ ഏതൊക്കെയോ സ്റ്റേറ്റ്സൊക്കെ അവരിപ്പോൾ തൽക്കാലം അത് ചെയ്യണ്ട എന്നുള്ളൊരു ഇതിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് അവിടെ തന്നെ കൺഫൈൻ ചെയ്തിട്ട് ഓർഗൻ പ്രൊക്യൂർ ചെയ്യാം. അതെ, ഒരേ സ്ഥലത്തുള്ള ഡോണർ റെസിപ്പിയൻറ്റും ആണെങ്കിൽ മാത്രമേ ഡിസീസ് ഡൊണേഷൻ നമ്മൾ ഡിസീസ് ഡൊണേഷൻ എന്ന് പറയും മരിച്ചുപോയ ആളിൽ നിന്നും ബ്രെയിൻ ഡെത്ത് ആയ ആളുകളിൽ നിന്നും അവയവം എടുക്കുന്ന ആ ഒരു പ്രോസസ്സ് ഒരേ സ്ഥലത്തുള്ള ഡോണർ റെസിപ്പിയൻ്റ് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നൊക്കെയുള്ളൊരു ഒരു കൺസെൻസസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് സൊസൈറ്റിയുടെ ഇതിൽ മറ്റേ ലിവിങ് LDLT, അതായത് ലിവിങ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ അക്യൂട്ട് ലിവർ ഫെയിലിയർ, അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ ലിവറിൻ്റെ പ്രവർത്തനം നിലച്ചു പോവുക പല പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ ഓൾ ഓഫ് എ സഡൻ നമ്മുടെ ലിവർ പ്രവർത്തിക്കാണ്ട് അത് ഷട്ട് ഡൗൺ ആയി പോവുക. അത് ലിവർ ഇനി നമ്മളൊരു ഓർഗൻ വേറെ എടുത്തു വെച്ചില്ലെങ്കിൽ ആൾ തന്നെ മരണപ്പെട്ടു പോകും. ഇതിൻ്റെ സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് ആയ സെപ്സിസും അതുപോലെ തന്നെ നമ്മുടെ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരികയും അതുപോലെ ആൾ മരണപ്പെട്ടു എന്നുള്ളതിൽ എമർജൻസിയാണത്, അത് നിവൃത്തിയില്ല. പിന്നെ എലക്റ്റീവായിട്ട് ചെയ്യേണ്ടത്, വളരെ എലക്റ്റീവായിട്ടുള്ളത് വേണ്ട എന്ന് തന്നെയാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് സൊസൈറ്റി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ACLF, അതായത് ഒരു ക്രോണിക് ആയിട്ടുള്ള ലിവർ ഡിസീസ് ഉള്ള ആൾക്ക് പെട്ടെന്ന് തന്നെ ലിവറിൻ്റെ കണ്ടീഷൻ വേഴ്സൺ ചെയ്ത് ഒരു അക്യൂട്ട് ഫെയിലിയറിലേക്ക് പോവുക, അതിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ക്രോണിക് ലിവർ ഡിസീസ് ഉള്ളവരിൽ പെട്ടെന്ന് അവരുടെ കണ്ടീഷൻ വേഴ്സൺ ചെയ്യുക, അതായത് ഈ ACLF അല്ലാണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് മറ്റ് ഓർഗൻ എഫക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ മെൽ സ്റ്റാറ്റസ് പെട്ടെന്ന് കൂടുക, അതുപോലെ ഈ എസൈറ്റിസ് റിഫ്രാക്ടറി എസൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഇപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻസ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പണ്ട് ചെയ്ത ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ് ഒക്കെ നമ്മളിപ്പോൾ ഈ ഒരു ജനറൽ കണ്ടീഷൻ കാരണം തന്നെ നമ്മളിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന എല്ലാ രോഗികൾക്കും ഇമ്മ്യൂണോ സപ്രസീവ് തെറാപ്പി, അവർക്ക് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രോഗികൾക്കറിയാം, നമ്മൾ അവർക്ക് കുറേ മെഡിസിൻസ് കൊടുക്കും, അവരുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, കാരണം ഓർഗൻ റിജക്റ്റ് ആവാതിരിക്കും. അങ്ങനത്തെ നമ്മളിപ്പോൾ എല്ലാവർക്കും നമ്മൾ ഡോസ് കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മെഡിസിൻസ് എടുക്കാണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അവർക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാഡം ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ കാരണം അവർ ഇൻഫെക്ഷൻ ചാൻസ് കൂടുതലാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ ഇമ്മ്യൂണോ സപ്രഷൻ നമുക്ക് കുറയ്ക്കാനാവില്ല. കാരണം ഇമ്മ്യൂണോ സപ്രഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അവരുടെ ഗ്രാഫ്റ്റ്, അതായത് അവർക്ക് വെച്ച് പിടിപ്പിച്ച ലിവർ നന്നായി വർക്ക് ചെയ്യാനും അത് റിജക്റ്റ് ആവാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ അസസ് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ റുട്ടീനായി ചെയ്യും. അത് പ്രകാരം ആ ഗ്രാഫ്റ്റിൻ്റെ ഫംഗ്ഷൻ ഓപ്റ്റിമമായിട്ട് നിർത്താൻ ആവശ്യമുള്ള അത്ര ഇമ്മ്യൂണോ സപ്രഷൻ അവർ എടുക്കേണ്ടി വരും. അതല്ലാതെ അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ബേസിക്കലി പറയാനുള്ളത്. ഉദര സംബന്ധിതമായിട്ട് ലക്ഷണങ്ങൾ ഉണ്ടാവാം രോഗികൾക്ക്. അതിലേറ്റവും കൂടുതലായിട്ട് ഫീവർ ഇല്ലാണ്ട് തന്നെ പെയിൻ, വയറുവേദനയും ഡയറിയൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. പല ട്രീറ്റ്മെൻറ്റും നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ബെനിഫിറ്റ് നോക്കിയിട്ടാണ് സർജറി ഒക്കെ പ്ലാൻ ചെയ്യാറുള്ളൂ. ലിവർ ട്രാൻസ്പ്ലാന്റ് ഈ പറഞ്ഞ പോലെ എമർജൻസീസും
കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നമ്മുടെ ഈ ഓർഗനൈസേഷൻ്റെയും ഡിസിഷൻസ് പ്രകാരം മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. എല്ലാവർക്കും COVID-19 ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ടെസ്റ്റ് പക്ഷേ ലിവർ ട്രാൻസ്പ്ലാന്റ് സ്പെസിഫിക്കലി നമ്മൾ എല്ലാവരെയും ഡോണറിനെ റെസിപ്പിനെയും ചെയ്തിട്ടേ ചെയ്യുള്ളൂ. പക്ഷേ ബാക്കി എല്ലാവർക്കും നമ്മൾ പ്രോപ്പർ കോൺടാക്ട് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. എല്ലാവരും സൂക്ഷിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് എല്ലാം അംഗീകരിച്ചുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് പ്രാക്ടീസ് ചെയ്യുക, ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യുക, പുറത്ത് പോകുന്നത് ആൾക്കാരായിട്ട് സമ്പർക്കമെല്ലാം കുറയ്ക്കുക. താങ്ക് യു.